നമസ്കാരം, ഞാൻ അജിത്. നമ്മളെല്ലാവരും ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ സാധാരണ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ വില എപ്പോഴാണെന്ന് കുറയുക എന്ന്. എന്നാലിപ്പോ അത് മാറി എപ്പോഴാണ് ഇതൊന്ന് കിട്ടുക എന്നായിട്ടുണ്ട്. നമ്മുടെ പാചകവാതകത്തിന്റെ വിലയും ലഭ്യതയും തീരുമാനിക്കുന്നത് നമ്മളല്ല, മറിച്ച് വിദേശ രാജ്യങ്ങളിലെ എണ്ണവിലയും ഗൾഫ് മേഖലയിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളുമാണ്. എന്നാൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ LPGയിലുള്ള നമ്മുടെ ആശ്രയത്വം നിൽക്കണം, അല്ലെങ്കിൽ കുറയുകയെങ്കിലും വേണം. അതിനുള്ള ഒരു വഴി LPGക്ക് പകരക്കാരനാവാൻ കഴിയുന്ന ഒരു ഗ്യാസിനെ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പൂനെയിലെ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ നമ്മുടെ നാട്ടിലെ കാർഷിക മാലിന്യങ്ങളിൽ നിന്നും കൽക്കരിയിൽ നിന്നും DME അഥവാ ഡൈമീഥൈൽ ഈഥർ എന്ന ഗ്യാസ് നിർമ്മിക്കാനുള്ള ഒരു പുതിയ വഴി കണ്ടെത്തിയിട്ടുണ്ട്. അത് വലിയ ഫാക്ടറികളിൽ വളരെ വലിയ തോതിൽ ഉൽപാദനം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ LPGയിലുള്ള ആശ്രയം കുറയാൻ ഇനി കുറച്ച് നാളുകൾ മാത്രം. അപ്പോൾ ആ DMEയെ കുറിച്ച് കൂടുതൽ അറിയാം. DME അഥവാ ഡൈമീഥൈൽ ഈഥർ ഇന്ത്യ കണ്ടുപിടിച്ച ഒരു പുതിയ ഗ്യാസ് ഒന്നുമല്ല. ഇത് ഏതാണ്ട് 2 നൂറ്റാണ്ട് മുമ്പ് കണ്ടെത്തിയതാണ്. എങ്കിലും സ്പ്രേ പെയിന്റ് ബോട്ടിലിനുള്ളിലെ പ്രഷറൈസ് ചെയ്ത ഗ്യാസ് ആയിട്ടായിരുന്നു അടുത്ത കാലം വരെയും പ്രധാന ഉപയോഗം. എന്നാൽ ഇതിന്റെ പാചകവാതകം എന്ന നിലയിലുള്ള സാധ്യതകൾ ആദ്യമായി തിരിച്ചറിഞ്ഞത് ചൈനയാണ്. 2003 മുതൽ LPGക്ക് പകരമായിട്ട് ചൈനീസ് അടുക്കളകളിൽ അവർ ഈ ഗ്യാസ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചൈനയും പിന്നെ ജപ്പാനുമാണ് DME ടെക്നോളജിയിലെ പ്രമുഖർ. പിന്നെ എന്താണ് പൂനെയിലെ ലാബിലെ ശാസ്ത്രജ്ഞർ ചെയ്തത്? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള CSIR കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ കീഴിലുള്ളതാണ് പൂനെയിലെ ഈ നാഷണൽ കെമിക്കൽ ലബോറട്ടറി NCL. അവിടുത്തെ ശാസ്ത്രജ്ഞർ ഡോക്ടർ തിരുമലൈ സ്വാമി രാജയുടെ നേതൃത്വത്തിൽ 20 വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് ഈ ഗ്യാസ് നിർമ്മിക്കാനുള്ള ടെക്നോളജി സ്വന്തമായി വികസിപ്പിച്ചെടുത്തത്. ടെക്നോളജി എന്ന് പറയുമ്പോൾ പ്രധാനമായും DME നിർമ്മിക്കാൻ ആവശ്യമായ കാറ്റലിസ്റ്റ് എന്ന അതിപ്രധാനമായ ഒരു കെമിക്കലാണ് അവർ കണ്ടെത്തിയത്. ചൈനയിലൊക്കെ ഇത് നേരത്തെ തന്നെ ഉപയോഗിക്കുന്നതല്ലേ, ആ ടെക്നോളജി ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ പോരെ എന്നാവും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത. പക്ഷെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിദേശ രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയ്ക്ക് കോടികൾ റോയൽറ്റി കൊടുക്കേണ്ടി വരും. നമ്മളിവിടെ കോടിക്കണക്കിന് ടൺ ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. അതിന് കോടിക്കണക്കിന് ഡോളർ പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. അതായത് വിദേശികളെ ആശ്രയിക്കാതെ ഈ ഗ്യാസ് വൻതോതിൽ നിർമ്മിക്കാനുള്ള രഹസ്യം ഇപ്പോൾ പൂർണ്ണമായും നമ്മുടേതാണ്. രണ്ടാമത്തേത്, ഇപ്പോൾ നിലവില് DME ഉൽപ്പാദിപ്പിക്കാനുള്ളതായി നമുക്കറിയാവുന്ന ടെക്നോളജിക്കെല്ലാം പോരായ്മകളുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണ്, ഒരു പുതിയ രഹസ്യ കാറ്റലിസ്റ്റ് ആണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞര് ഇതിൽ ഇത്ര ആവേശഭരിതരാകുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ കെമിസ്ട്രി മനസ്സിലാക്കണം. DMEയെ പറ്റി ആഴത്തിൽ അറിയും മുമ്പ് ആദ്യം LPG എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന LPG ക്രൂഡ് ഓയിൽ റിഫൈനിങ്ങിലൂടെയും LNG, CNG എന്നൊക്കെ നമുക്ക് പരിചിതമായ നാച്ചുറൽ ഗ്യാസിന്റെ പ്രോസസ്സിംഗിലൂടെയും ഉണ്ടാവുന്നതാണ്. മൊത്തം LPG പ്രൊഡക്ഷന്റെ 60% വരുന്നത് നാച്ചുറൽ ഗ്യാസ് റൂട്ടിലാണ്. 1910 ഒരു അമേരിക്കൻ കെമിസ്റ്റാണ് ആദ്യമായിട്ട് LPG പ്രൊഡ്യൂസ് ചെയ്യുന്നത്. LPG നമ്മൾ കരുതും പോലെ ഒരു ഒറ്റ ഗ്യാസ് അല്ല, പ്രൊപ്പെയിൻ, ബ്യൂട്ടൈൻ എന്നീ 2 ഗ്യാസുകളാണ്. ഇന്ത്യയിൽ ഇത് രണ്ടും ഏതാണ്ട് 50% മിക്സ് ചെയ്താണ് സിലിണ്ടറിൽ വരിക. അതും കംപ്രസ് ചെയ്ത് പ്രഷർ കൂട്ടി ഗ്യാസിനെ ലിക്വിഡ് ആക്കിയാണ് സിലിണ്ടറിൽ നിറച്ചിരിക്കുന്നത്. എങ്കിലേ ഈ ചെറിയ സിലിണ്ടറിനുള്ളിൽ ഈ പറയുന്ന 14.2 kg നിറയ്ക്കാൻ കഴിയൂ. സിലിണ്ടർ നിറച്ച് ലിക്വിഡ് LPG ഉണ്ടാവില്ല. 80-85% മാത്രമേ ലിക്വിഡ് നിറയ്ക്കൂ. ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ, അതായത് നമ്മുടെ നാട്ടിലുള്ള പോലെ അതിഭീകരമായ ചൂടുകാലം വരുമ്പോൾ ഈ ലിക്വിഡിന് വികസിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ ഈ സിലിണ്ടർ തന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ബാക്കി ഭാഗത്ത് ഗ്യാസ് ആണ്, അതാണ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മൾ കൂടുതൽ പുറത്തേക്ക് എടുക്കുന്തോറും സിലിണ്ടറിനുള്ളിൽ കൂടുതൽ ലിക്വിഡ് ഗ്യാസ് ആയി മാറും. പക്ഷേ ബ്യൂട്ടൈന് ഈ ഗ്യാസ് ആവുന്ന സ്വഭാവത്തിൽ തണുപ്പ് കാലത്ത് ചെറിയ മടി ഉള്ളതുകൊണ്ട് കാലാവസ്ഥ അനുസരിച്ച് ആ 2 ഗ്യാസിന്റെയും റേഷ്യോ മാറ്റും. 0 ഡിഗ്രിക്ക് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ബ്യൂട്ടൈന്റെ അളവ് 10% താഴെ കൊണ്ടുപോകേണ്ടി വരും. എന്നാൽ പ്രൊപ്പൈന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് LPGയിലെ പ്രൊപ്പൈന്റെയും ബ്യൂട്ടൈന്റെയും തന്മാത്രകളാണ്. ഹൈഡ്രജനും കാർബണും മാത്രമുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഇന്ധനങ്ങളും. ഇവരുടെ ആറ്റംസ് തമ്മിലുള്ള അറ്റോമിക് ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണെന്നതും അത് വിഘടിക്കുമ്പോൾ വളരെ ഉയർന്ന തോതിൽ എനർജി പുറത്തേക്ക് വരും എന്നതുമാണ് കാരണം. പ്രൊപ്പൈന്റെ ഒരു തന്മാത്രയിൽ 3 കാർബൺ ആറ്റംസും 8 ഹൈഡ്രജൻ ആറ്റംസും ആണ് ഉള്ളത്. ബ്യൂട്ടൈനിൽ 1 കാർബണും 2 ഹൈഡ്രജൻ ആറ്റംസും കൂടുതലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ പരസ്പരം ശക്തമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഗ്യാസ് കത്തുമ്പോൾ ഇതിന് ആവശ്യത്തിന് വായു ലഭിച്ചില്ലെങ്കിൽ, അതായത് ആവശ്യത്തിന് ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ ഈ കാർബണുകൾക്ക് ഈ ബന്ധനത്തിൽ നിന്ന് പിരിയാൻ കഴിയില്ല. എന്തും കത്താൻ ഓക്സിജൻ വേണം എന്നറിയാലോ. ഓക്സിജൻ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ ഈ കാർബൺസ് പിരിയുകയുമില്ല, പിരിഞ്ഞില്ലെങ്കിൽ അത് കത്തുകയുമില്ല, എനർജി റിലീസ് ചെയ്യുകയുമില്ല. ഈ എനർജി കുറയുമ്പോഴാണ്, അതായത് തീക്ക് ചൂട് കുറയുമ്പോഴാണ് തീ നീല മാത്രമല്ലാതെ മഞ്ഞയും കൂടി കാണുന്നത്. അങ്ങനെ ഈ കാർബൺസ് എല്ലാം കൂടി ഒന്നിച്ചിരുന്ന് കരിയായി മാറി നമ്മുടെ പാത്രങ്ങളുടെ അടിയിൽ പറ്റിപ്പിടിക്കും.
ഈ അവസരത്തില് ഇവിടെ കണ്ട പ്രൊപ്പൈൻ ഗ്യാസ് കത്തുമ്പോൾ ഉള്ള ഈ കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കുന്നത് എന്ത് സാധനവും കത്തുമ്പോൾ എന്താണ് അതിന് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നൽകും. പ്രൊപ്പൈൻ ഗ്യാസ് കത്തുമ്പോൾ അതിനെ കത്താൻ സഹായിക്കാൻ വരുന്ന ചുറ്റുമുള്ള വായുവിലെ ഓക്സിജൻ തന്മാത്രയാണിത്. ഒരു തന്മാത്രയിൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അത് വന്ന് പ്രൊപ്പൈനിലെ 8 ഹൈഡ്രജൻ ആറ്റംസിൽ 4 എണ്ണത്തിനെ അടർത്തിയെടുത്ത് 2 ഓക്സിജൻ ആറ്റംസും അതിൽ 2 എണ്ണം വീതം എടുത്ത് H2O അഥവാ ജലത്തിന്റെ 2 തന്മാത്രകളായി മാറും. ഇങ്ങനെ പ്രൊപ്പൈന്റെ തന്മാത്രയിൽ നിന്ന് ഓരോ ആറ്റംസും വിഘടിച്ച് മാറുമ്പോൾ ആ ബോണ്ടിങ്ങിൽ, ആ ബന്ധനത്തിൽ സ്റ്റോർ ചെയ്തിരുന്ന കെമിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഹീറ്റായി പുറത്തേക്ക് വരും. അതാണ് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ചൂട്. അടുത്തൊരു ഓക്സിജൻ തന്മാത്ര വന്ന് അതിലെ 2 ഓക്സിജൻ ആറ്റംസും സ്പ്ലിറ്റായി പ്രൊപ്പൈനിലെ ഒരു കാർബൺ ആറ്റത്തിനെ അതിൽ നിന്ന് അടർത്തിയെടുത്ത് അതിന്റെ 2 വശത്തും പിടിച്ച് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകും. അതാണ് CO2 അഥവാ കാർബൺ ഡയോക്സൈഡ്. അടുത്തൊരു ഓക്സിജൻ മോളിക്യൂൾ വന്ന് ബാക്കിയുള്ള 4 ഹൈഡ്രജൻ ആറ്റംസിനെയും അടർത്തി നേരത്തെ പോലെ 2 വാട്ടർ മോളിക്യൂൾസായി മാറും. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ 2 വശത്തായി പിടിക്കുമെങ്കിലും കാർബൺ ഡയോക്സൈഡ് പോലെ ഒരേ ലൈനിലായിരിക്കില്ല. ഇതുപോലെ ഒരു ബെൻഡ് ഉണ്ടാവും. അത് ഓക്സിജൻ ആറ്റത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പിന്നെ അടുത്തു വരുന്ന ഓക്സിജൻ തന്മാത്രകൾ ബാക്കിയുള്ള 2 കാർബണുകളെ സ്പ്ലിറ്റ് ചെയ്ത് കാർബൺ ഡയോക്സൈഡുകളായി മാറും. അങ്ങനെ പ്രൊപ്പൈൻ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടി കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റ് ആവുകയാണെങ്കിൽ ഒരു പ്രൊപ്പൈൻ ഗ്യാസ് തന്മാത്ര ഇതുപോലെ 3 കാർബൺ ഡയോക്സൈഡ് തന്മാത്രകളും 4 ജല തന്മാത്രകളും ആയി മാറും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരാം. ഗ്യാസ് സ്റ്റവിന്റെ അടിയിലായിട്ട് ബർണറിലേക്ക് വരുന്ന പൈപ്പിലെ ഓപ്പണിംഗ് വഴി റൂമിലെ എയർ കയറി അവിടുന്ന് തന്നെ LPG ഗ്യാസിനൊപ്പം മിക്സ് ആയാണ് അത് ബർണറിലേക്ക് എത്തുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രവർത്തനം നന്നായി നടക്കാതെ വരാം. അങ്ങനെയാണ് കത്തുന്ന സമയത്ത് ഓക്സിജന്റെ കുറവുണ്ടാവുക. ബർണറിനടുത്തുള്ള എയറിൽ നിന്ന് ഓക്സിജൻ എടുക്കുമെങ്കിലും അടിയിൽ നിന്ന് തന്നെ മിക്സായും കൂടി വരുന്നത് പോലെ എഫിഷ്യന്റ് ആവില്ല. അങ്ങനെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ കാർബൺ തന്മാത്രകൾ ഇത്തരത്തിൽ വിഘടിക്കാതെ ഇരുന്ന് കരിയായി മാറി പാത്രത്തിലും ചുവരുകളിലും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. ഒപ്പം അത് വിഘടിക്കുമ്പോൾ പുറത്തേക്ക് വരേണ്ടിയിരുന്ന ഹീറ്റ് എനർജി നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. ഇത് എല്ലാവർക്കും ഈസിയായി മനസ്സിലാവാൻ വേണ്ടി ഈ പ്രോസസ്സ് മാക്സിമം സിംപ്ലിഫൈ ചെയ്താണ് അനിമേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി DMEയിലേക്ക് തിരിച്ചു വരാം. ഇതിന്റെ തന്മാത്രകൾ നോക്കിയാൽ ഇതൊരു ഉഗ്രൻ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ ഒരു ഓക്സിജൻ ആറ്റം കൂടിയുണ്ട്. അതിന് 2 വശത്തും 2 കാർബൺ ആറ്റങ്ങൾ, ആ ഓരോ കാർബൺ ആറ്റംസിനെയും പൊതിഞ്ഞ് 3 വീതം ഹൈഡ്രജൻ ആറ്റംസും. ആ 2 ഹൈഡ്രോ കാർബൺ ആറ്റങ്ങളുടെ നടുവിലാണ് ഈ ഓക്സിജൻ ആറ്റം ഒരു മതിൽ പോലെ നിൽക്കുന്നത്. അതിനാൽ കത്തുന്ന സമയം ഇതിൽ സ്വന്തമായി തന്നെയുള്ള ഈ ഒരു ഓക്സിജൻ ആറ്റം ആദ്യം തന്നെ വിഘടിച്ച് മറ്റു 2 ഹൈഡ്രജൻ ആറ്റങ്ങളെയും വിഘടിപ്പിച്ച് അതിനെയും ചേർത്ത് ജലത്തിന്റെ ഒരു തന്മാത്രയായി മാറും. പിന്നെ പുറത്തുനിന്ന് വരുന്ന എയറിലെ ഓക്സിജൻ തന്മാത്ര വിഘടിച്ച് ബാക്കിയുള്ള 4 ഹൈഡ്രജൻ ആറ്റങ്ങളെയും കൂടി ചേർത്ത് മറ്റ് 2 വാട്ടർ മോളിക്യൂൾസായി മാറും. അടുത്ത 2 ഓക്സിജൻ മോളിക്യൂൾസും വിഘടിച്ച് ഈ 2 കാർബൺ ആറ്റംസിനെയും കൂട്ടി 2 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസും രൂപപ്പെടും. ഇത്തരത്തിൽ ഒരു ഓക്സിജൻ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് പുറത്തെ എയറിലെ ഓക്സിജനിലുള്ള ആശ്രയം കുറയുകയും DMEയുടെ കത്തൽ വളരെ എഫിഷ്യന്റായി നടക്കുകയും ചെയ്യും. ഒപ്പം ഡീഫോൾട്ടായിട്ട് ഇതിൽ കാർബൺ ആറ്റംസ് തമ്മിൽ ഒന്നിച്ചിരിക്കുന്നില്ല എന്നതുകൊണ്ടും കത്താതിരിക്കലും കരിയും വളരെയധികം കുറയും. മാത്രമല്ല ഇക്കാര്യങ്ങൾ കൊണ്ട് വളരെ മനോഹരമായ നീല ജ്വാലയോടുകൂടി മാത്രമേ ഇത് കത്തുകയുമുള്ളൂ. ഇനി എങ്ങനെയാണ് DME ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലേ നമ്മുടെ NCL സയന്റിസ്റ്റുകളുടെ 20 വർഷത്തെ പ്രയത്നം എന്തിനായിരുന്നു എന്ന് മനസ്സിലാവൂ. വില കൂടിയ ക്രൂഡ് ഓയിലിന് പകരം നമ്മുടെ നാട്ടിലെ ഉണങ്ങിയ കാർഷിക മാലിന്യങ്ങൾ, ഉണങ്ങിയ മരത്തടി തുണ്ടുകൾ, തേങ്ങയുടെ ചിരട്ട, പിന്നെ ക്വാളിറ്റി കുറഞ്ഞ കൽക്കരി എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കാർഷിക മാലിന്യങ്ങൾ എന്നാൽ ഗോതമ്പിന്റെയും നെല്ലിന്റെയും ഒക്കെ വൈക്കോൽ, നെല്ല് അരിയാക്കുമ്പോൾ ഉണ്ടാവുന്ന ഉമി, അങ്ങനത്തെ ഡ്രൈ സംഗതികൾ. അല്ലാതെ ബയോഗ്യാസിന് ഉപയോഗിക്കുമ്പോഴുള്ള ഫുഡ് വേസ്റ്റ്, ചാണകം അതുപോലുള്ള നനവുള്ള സംഗതികളായി തെറ്റിദ്ധരിക്കരുത്. പിന്നെ കൽക്കരിയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് ടോപ്പ് 5 രാജ്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇന്ത്യയുടെ കൽക്കരിക്ക് ഒരു പ്രശ്നമുണ്ട്. മാലിന്യങ്ങൾ കൂടുതലുള്ള കൽക്കരിയാണ്. അതിനാൽ അത് നേരിട്ട് എനർജിക്ക് വേണ്ടി കത്തിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള തെർമൽ പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കും പോലെ നേരിട്ട് കത്തിച്ചാൽ അതിന്റെ എനർജി ആവശ്യത്തിന് കിട്ടുകയുമില്ല. അതിൽ നിന്ന് ഉയരുന്ന പുക വളരെ വലിയ തോതിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ ശരിക്കും ഇത്രയധികം കൽക്കരിയുള്ള ഇന്ത്യ ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ നല്ല കൽക്കരി ഇറക്കുമതി ചെയ്യുകയാണ് എന്നതാണ് സത്യം. പക്ഷേ ഈ ക്വാളിറ്റി കുറഞ്ഞ കൽക്കരിയെ പ്രകൃതിക്ക് ദോഷം വരുത്താതെ നമുക്കിനി DME ആക്കി ഉപയോഗിക്കാൻ കഴിയുമെന്നത് വലിയൊരു പ്രതീക്ഷയുടെ വാതിൽ തുറക്കലാണ്. ഇതിലെന്ത് റോ മെറ്റീരിയലായി ഉപയോഗിച്ചാലും മെഥനോൾ ആണ് ഉണ്ടാവുന്നത്. പിന്നെ മെഥനോളിനെയാണ് ഡൈമീഥൈൽ ഈഥറാക്കി മാറ്റുന്നത്. മെഥനോള് പെട്രോളിൽ കലർത്തുന്ന എഥനോള് പോലെ ആൽക്കഹോളാണ് എന്നറിയാലോ. പക്ഷേ എഥനോള് പോലെയല്ല, നല്ല വിഷമാണ് മെഥനോള്. അഗ്രികൾച്ചറൽ വേസ്റ്റ് പോലത്തെ ബയോമാസും കൽക്കരിയും ഒരേ രീതിയിലല്ല മെഥനോൾ ആക്കുന്നത്. ബയോമാസിന്റേത് ഇവിടെ പറയാം. ഗ്യാസിഫയർ എന്ന് വിളിക്കുന്ന വലിയൊരു റിയാക്ടറിൽ 850 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിൽ ഇതിനെ ചൂടാക്കുന്നു.
ബയോമാസ് അകത്തിട്ട് ഗ്യാസിഫയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എയർ പുറത്തുനിന്ന് കയറാത്ത രീതിയിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിനുള്ളിലുള്ള എയറിലെ ഓക്സിജൻ ആദ്യത്തെ കുറച്ച് സെക്കൻഡ് കൊണ്ട് തന്നെ കത്തി തീർന്നാൽ പിന്നെ ഇതിനുള്ളിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഉണങ്ങിയ തടിത്തുണ്ടുകളും വൈക്കോലും അങ്ങനത്തെ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള ഒന്നും ഈ അതിഭീകര ചൂടിൽ പോലും കത്തിപ്പോകില്ല. പകരം അത് ചൂടായി ഉരുകി ഘടനാപരമായി വിഘടിച്ച്, എന്നുവെച്ചാൽ തന്മാത്രാ ലെവലിലും ആറ്റം ലെവലിലുമായി വിഘടിച്ച് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും അടങ്ങിയ സിൻഗ്യാസ് എന്നൊരു ഗ്യാസായി മാറും. 850 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ഈ സിൻഗ്യാസിൽ മെഷീനുകളെ നശിപ്പിക്കുന്ന സൾഫർ പോലുള്ള മാലിന്യങ്ങളും ചാരവും ടാർ പോലുള്ള വസ്തുക്കൾ ഗ്യാസ് രൂപത്തിലും ഉണ്ടാവും. സിൻഗ്യാസിനെ വീണ്ടും പലവിധ ഫിൽറ്ററിംഗ് മെഷീനുകളിലൂടെ കടത്തിവിട്ട് ഈ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ചെറിയ തോതിലുള്ള കാർബൺ ഡയോക്സൈഡിനെയും നീക്കം ചെയ്ത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മാത്രമുള്ള ക്ലീൻ സിൻഗ്യാസ് ആക്കി മാറ്റും. അടുത്തിതിനെ ദ്രാവക രൂപത്തിലുള്ള മെഥനോൾ ആക്കി മാറ്റണം. സിൻഗ്യാസിലെ ഒരു കാർബൺ മോണോക്സൈഡ് തന്മാത്രയെയും 2 ഹൈഡ്രജൻ തന്മാത്രകളെയും തമ്മിൽ ഞെരുക്കിയാണ് ഒരു മെഥനോൾ തന്മാത്ര ഉണ്ടാക്കുന്നത്. കൈകൊണ്ടോ എന്തെങ്കിലും ഹൈഡ്രോളിക് മെഷീൻ കൊണ്ടോ ഇതിനെയൊന്നും ഞെരുക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. അതിനായി അന്തരീക്ഷത്തിന്റെ 50 മുതൽ 100 ഇരട്ടി വരെ പ്രഷറും 250 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടും ആ കെമിക്കൽ റിയാക്ടറിനുള്ളിൽ ഉണ്ടാക്കും. ഈ പ്രഷറിലും ചൂടിലും ആ കൂടിച്ചേരൽ നടക്കും. അത് വേഗത്തിൽ എഫിഷ്യന്റായി നടപ്പിലാക്കാൻ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റും കൂടി ഉപയോഗിക്കും. ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് വേഗത്തിൽ എഫിഷ്യന്റായി നടക്കാൻ സഹായിക്കുന്ന, എന്നാൽ ആ കെമിക്കൽ റിയാക്ഷൻസിൽ നേരിട്ട് പങ്കാളിയാവാത്ത, എന്നാൽ ഒരു പ്രേരക ശക്തിയാവുന്ന ഒരു പദാർത്ഥമാണ്. കാറ്റലിസ്റ്റിന് അതിന് ചുറ്റും നടക്കുന്ന ആ രാസപ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഘടനാപരമായ മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെ ഈ പ്രഷറിലും ചൂടിലും ആ കാറ്റലിസ്റ്റിന്റെ കൂടെ സഹായത്തോടെ 3 വ്യത്യസ്ത തന്മാത്രകൾ കൂടിച്ചേർന്ന് ഒരു മെഥനോൾ തന്മാത്രയായി മാറും. ഇനി ഈ മെഥനോളിനെ DME ആക്കാൻ വീണ്ടും ഇതുപോലെ ഒരു ഞെരുക്കൽ വേണം. അതിന് മെഥനോൾ ഡീഹൈഡ്രേഷൻ എന്നാണ് പറയുക. 30 ബാർ പ്രഷറിൽ ഒരു സോളിഡ് ആസിഡ് കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ 2 മെഥനോൾ തന്മാത്രകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു DME തന്മാത്രയും ഒരു ജല തന്മാത്രയും ഉണ്ടാക്കും. ഒടുവിൽ ആ ജലത്തിനെയും കൂടി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി എടുക്കുമ്പോൾ DME ആയി. മെഥനോളിൽ നിന്ന് DME നിർമ്മിക്കുന്ന ഈ അവസാനത്തെ പ്രോസസ്സിലാണ് പൂനെയിലെ NCL ലാബ് വികസിപ്പിച്ചെടുത്ത ആ പ്രത്യേക കാറ്റലിസ്റ്റ് അതിന്റെ മാജിക് കാണിക്കുന്നത്. മെഥനോൾ ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് എന്ന DME ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നത് വളരെ ഹൈ പ്രഷറിലുള്ള കെമിക്കൽ റിയാക്ടറുകളിലാണ്, ഏതാണ്ട് 30 ബാർ പ്രഷറിൽ. ഇത്രയും ഹൈ പ്രഷർ ആവുമ്പോൾ അത്രയും കട്ടി കൂടിയ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാവണം ആ റിയാക്ടർ. 100 കണക്കിന് ടൺ DME ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിലെ ഈ റിയാക്ടർ എന്തു വലുതായിരിക്കണം എന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ അതിനെ ആ ഹൈ പ്രഷറിലേക്ക് പമ്പ് ചെയ്ത് കയറ്റി നിർത്താൻ വളരെ വലിയ ഹെവി ഡ്യൂട്ടി കംപ്രസറുകളും വേണം. അതിന് അതിഭീമമായ തോതിൽ വൈദ്യുതിയും വേണം. ഡോക്ടർ തിരുമലൈ സ്വാമി രാജയുടെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് സയന്റിസ്റ്റ് കണ്ടെത്തിയ ആ കാറ്റലിസ്റ്റ് കാരണം ഈ മൊത്തം പ്രൊഡക്ഷൻ പ്രോസസ്സ് വളരെ കുറഞ്ഞ 10 ബാർ പ്രഷറിൽ നടക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ 100 കണക്കിന് ടൺ പെർ ഡേ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി സ്ഥാപിക്കാനും അതിന്റെ നടത്തിപ്പിനും കുറഞ്ഞ ചെലവ് മതി എന്ന നിലയിലേക്ക് എത്തിച്ചു. ഇതിൽ ഈ ഉരുളൻ കല്ലുകൾ പോലെ തോന്നിക്കുന്നതാണ് കാറ്റലിസ്റ്റ്. അത് ഈ ഭാഗത്ത് നിറച്ചുണ്ടാവും. മെഥനോള് അതിന്റെ ഇടയിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഈ രാസപ്രവർത്തനം നടക്കുന്നത്. സാധാരണ പ്ലാന്റുകളിൽ അലുമിന എന്ന കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഈ പ്രോസസ്സിൽ ഉണ്ടാവുന്ന വെള്ളത്തെ ആകർഷിച്ച് ചേർത്ത് നിർത്തി ഒടുവിൽ ആ വെള്ളത്തിൽ മുങ്ങി കാറ്റലിസ്റ്റിന്റെ ജോലി മുടക്കുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്ത് വെള്ളത്തെ ബോയിൽ ചെയ്ത് കളഞ്ഞിട്ടേ വീണ്ടും പ്രൊഡക്ഷൻ തുടരാൻ കഴിയൂ. അതുപോലെ മറ്റൊരു ഹൈടെക് പവർഫുൾ കാറ്റലിസ്റ്റ് ആയ സിയോലൈറ്റ്സിന് മറ്റൊരു പ്രോബ്ലം ഉണ്ട്: കാര്യങ്ങൾ ഓവറാക്കൽ. പ്രൊഡ്യൂസ് ചെയ്ത DMEയെ വീണ്ടും കെമിക്കൽ റിയാക്ഷൻ നടത്തി മറ്റു പലതും ആക്കി മാറ്റിക്കളയും. ഇത്തിരി പവർ കൂടിപ്പോയ കാറ്റലിസ്റ്റ് ആണത്. ഒപ്പം അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന കാർബൺ പൊടി ഈ കാറ്റലിസ്റ്റിന്റെ അതിസൂക്ഷ്മ ഓപ്പണിങ്ങുകളിൽ കയറിയിരുന്ന് അത് അടഞ്ഞു പോവുകയും നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പ്രവർത്തനം നിലച്ചു പോവുകയും ചെയ്യും. ഇവിടെയും ഇടയ്ക്കിടെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തി ഈ കാറ്റലിസ്റ്റിനെ ഹീറ്റാക്കി ആ കാർബണിനെ കരിച്ചു കളയേണ്ടി വരും. CSIR NCL ഡെവലപ്പ് ചെയ്തെടുത്ത കാറ്റലിസ്റ്റ് ഇത്തരത്തിലുള്ള പോരായ്മകളൊന്നും ഇല്ലാത്ത വളരെ അഡ്വാൻസ്ഡ് ആയതാണ്. അതിന് DME ഉണ്ടാക്കിയാൽ എവിടെ നിർത്തണം എന്നറിയാം. സ്വയം കേടാക്കി ഷട്ട് ഡൗൺ ആവാത്തതിനാൽ ലൈഫും കൂടുതൽ കിട്ടും. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇടയ്ക്കിടെയുള്ള പ്ലാന്റ് ഷട്ട് ഡൗണുകളും ഉണ്ടാവില്ല. നിറയ്ക്കേണ്ട ഗ്യാസ് സിലിണ്ടറുകളിലെ പ്രഷറിന് തുല്യമാണ് റിയാക്ടറിന്റെ പ്രഷർ എന്നതിനാൽ നേരിട്ട് സിലിണ്ടറുകളിലേക്ക് നിറയ്ക്കാം എന്ന സൗകര്യവും ഉണ്ട്. പ്രഷർ കുറയ്ക്കാനുള്ള അധിക മെഷീനറികളും ആവശ്യമില്ല. പിന്നെ ആദ്യം പറഞ്ഞ പോലെ സ്വന്തമായുള്ള ടെക്നോളജി ആയതിനാൽ കോടിക്കണക്കിന് രൂപ ലൈസൻസിംഗ് ഫീ ആയിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയുമില്ല. ഇതെല്ലാം കൊണ്ട് DMEയുടെ പ്രൊഡക്ഷൻ വളരെയധികം ചെലവ് കുറഞ്ഞതാവും. ഇനി ഇത് നമ്മുടെ അടുക്കളയിൽ എങ്ങനെ പ്രവർത്തിക്കും എന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ LPG അപേക്ഷിച്ച് DMEക്ക് എനർജി അല്പം കുറവാണ്. ഏതാണ്ട് 35 മുതൽ 40% വരെ വ്യത്യാസമുണ്ട്.
എന്നുവെച്ചാൽ LPGയിൽ ഒരു പാത്രം വെള്ളം തിളയ്ക്കാൻ 10 മിനിറ്റ് വേണമെങ്കിൽ പ്യുവർ DMEയിൽ അതിന് 13.5 മിനിറ്റ് മുതൽ 14 മിനിറ്റ് വരെ വേണം എന്നർത്ഥം. അതിനർത്ഥം അത്രയും നേരത്തെ സിലിണ്ടറും തീരുമെന്നാണ്. LPG സിലിണ്ടർ 100 ദിവസം ലാസ്റ്റ് ചെയ്യുമെങ്കിൽ അതേ വെയിറ്റ് ഉള്ള DME സിലിണ്ടർ 60-65 ദിവസമേ ലാസ്റ്റ് ചെയ്യൂ എന്നാണ് ഈ കണക്ക് പ്രകാരം മനസ്സിലാക്കേണ്ടത്. പക്ഷെ ശരിക്കും അങ്ങനെ സംഭവിക്കുന്നില്ല. DMEയുടെ മറ്റു ചില ഗുണങ്ങൾ കാരണം ഈ എനർജിയിലുള്ള വ്യത്യാസം പ്രകടമാവുന്നില്ല. ഒരു പാത്രം വെള്ളം തിളപ്പിക്കാൻ രണ്ടിനും ഒരേ സമയം മതി. അതെങ്ങനെ ശരിയാവും? നമ്മുടെ അന്തരീക്ഷ വായുവിൽ 78% നൈട്രജനാണ്. നൈട്രജൻ തീയുടെ ചൂട് വലിച്ചെടുക്കുന്ന ഒരു വില്ലനാണ്. LPG കത്താൻ ഒരുപാട് വായു പുറത്തുനിന്നും വലിച്ചെടുക്കണം എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. കാരണം കത്താൻ ആവശ്യമായ ഓക്സിജൻ LPGക്ക് പൂർണ്ണമായും പുറത്തുനിന്ന് എടുക്കണം. എന്നാൽ വായുവിൽ 21% മാത്രമേ ഓക്സിജൻ ഉള്ളൂ. എന്നാൽ DMEക്ക് സ്വന്തമായി ഒരു ഓക്സിജൻ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് കുറച്ച് വായു മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് നൈട്രജൻ എന്ന ആ വരുന്ന എയറിന്റെ നല്ലൊരു പങ്കും ചൂട് വലിച്ചെടുക്കുന്നത് ഗണ്യമായിട്ട് കുറയും. കൂടാതെ സ്വന്തമായിട്ട് ഓക്സിജൻ ഉള്ളതിന്റെ മറ്റൊരു ഗുണം നല്ല എഫിഷ്യന്റായ ജ്വാലയാണ്. ഫലത്തിൽ രണ്ടും ഏതാണ്ട് ഒരേ ചൂടിൽ കത്തും. LPGയുടെ തീ ടെമ്പറേച്ചർ 1970 മുതൽ 80 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ DMEയുടേത് 1950 ഡിഗ്രി ഉണ്ട്. വളരെ ചെറിയ വിസ്മരിക്കാവുന്ന വ്യത്യാസം. LPGയുടെ അതേ പ്രഷറിൽ സിലിണ്ടറിൽ നിറച്ചിരിക്കുന്നു, LPG പോലെ തന്നെ കത്തുന്നു എന്നതെല്ലാം കൊണ്ട് നിലവിലെ സംവിധാനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്താതെ ഇത് ഉപയോഗിക്കാം എന്നർത്ഥമില്ല. എന്നാൽ LPGയെ പൂർണ്ണമായി മാറ്റി നിർത്തി 100% DME സിലിണ്ടർ കൊണ്ടുവരിക എന്നതല്ല ഇപ്പോഴത്തെ ഉദ്ദേശം. പെട്രോളിന്റെ കാര്യത്തിൽ കണ്ട പോലെ തുടക്കത്തിൽ സാധാരണ LPGയുടെ കൂടെ 8% DME മിക്സ് ചെയ്യാനാണ് പ്ലാൻ. ഈ 8% എന്നത് ഒരു സേഫ് ലിമിറ്റാണ്. ഇതിനായി നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റവിലോ റെഗുലേറ്ററിലോ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. 8% മുകളിൽ DME പെർസെന്റേജ് വരുമ്പോൾ നമ്മൾ എഥനോളിന്റെ കാര്യത്തിൽ കാണുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ടാവും. DME ഒരു പ്ലാസ്റ്റിക് റബ്ബർ സോൾവെന്റ് ആണ്. അത് പല പ്ലാസ്റ്റിക് നാച്ചുറൽ റബ്ബർ പാർട്സുകളെയും നശിപ്പിക്കും, ഗ്യാസ് ലീക്ക് ഉണ്ടാക്കും. അതിനാൽ റബ്ബർ ട്യൂബ്, റബ്ബർ സീലുകൾ, റെഗുലേറ്ററിലെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ എന്നിവയെല്ലാം DME പ്രശ്നം ഉണ്ടാക്കാത്ത ടെഫ്ലോൺ പോലുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ പാർട്സിലേക്ക് മാറേണ്ടി വരും. 2024 തന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS ഇന്ത്യയിൽ മാക്സിമം 20% വരെ LPGയിൽ DME മിക്സിംഗ് പാടുള്ളൂ എന്ന് റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുകളിൽ ഗ്യാസ് സ്റ്റവിന്റെ ഡിസൈൻ തന്നെ കുറച്ച് മാറ്റേണ്ടി വരും. അതിന്റെ പ്രധാന കാരണം പുറത്തുനിന്നുള്ള എയർ കുറച്ച് മതി എന്നതിനാൽ സ്റ്റൗവിന് അടിയിൽ നിന്നെടുക്കുന്ന എയറിന്റെ അളവ് കുറയ്ക്കണം എന്നതുകൊണ്ടാണ്. 100% DMEയിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്യാസ് സ്റ്റൗ NCL ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് 100% LPGയിലും രണ്ടിന്റെയും ഏത് തരത്തിലുള്ള മിക്സിംഗിലും പ്രവർത്തിക്കും. പക്ഷെ തുടക്കത്തിലെ ലക്ഷ്യമായ 8% ചേർത്താൽ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇറക്കുമതി ചെലവാണ് വർഷം തോറും ഇന്ത്യക്ക് ലാഭിക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാം, ഇതിന് പകരം നമുക്ക് ബയോഗ്യാസ് ഉപയോഗിച്ചൂടെ എന്ന്. ഇത്തരത്തിലുള്ള ഹൈ ടെക്നോളജി ഒന്നും ആവശ്യമില്ലല്ലോ, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉൽപ്പാദിപ്പിക്കുകയല്ലേ. ബയോഗ്യാസ് ഒരു ഹൈ ടെക്നോളജിയും ആവശ്യമില്ലാത്ത, ഇലക്ട്രിസിറ്റിയും ആവശ്യമില്ലാത്ത ഗ്യാസ് പ്രൊഡക്ഷൻ രീതി തന്നെയാണ്. ചാണകവും ഫുഡ് വേസ്റ്റും അങ്ങനത്തെ വേസ്റ്റുകൾ മാത്രം മതി റോ മെറ്റീരിയൽ ആയിട്ട്. പക്ഷെ അതിലൊരു പ്രശ്നം, ആ സംഗതികളെ ആ സീൽഡ് ടാങ്കിനുള്ളിൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകൾ തിന്ന് അതിനെ പല ഗ്യാസുകളായി വിഘടിപ്പിക്കണം. അതിന് ദിവസങ്ങളോ ആഴ്ചകളോ സമയമെടുക്കും. ഇത് മാത്രമല്ല, അത് വിതരണം ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ബയോഗ്യാസിൽ 40% ഉപയോഗശൂന്യമായ കാർബൺ ഡൈ ഓക്സൈഡും ദുർഗന്ധമുള്ള സൾഫറും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നീക്കം ചെയ്ത് ഗ്യാസ് ശുദ്ധീകരിച്ചെടുക്കണമെങ്കിൽ അതിന് വലിയ പ്ലാന്റുകൾ വേണം. പിന്നെ ബയോഗ്യാസിലെ മെയിൻ വാതകം മീഥേനാണ്, അതായത് CNGയിലുള്ള വാതകം. അതിനെ ടാങ്കിൽ നിറയ്ക്കാൻ ലിക്വിഡ് ആക്കണമെങ്കിൽ നാച്ചുറൽ ഗ്യാസിനുള്ള പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യണം. -162 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കണം. അപ്പോൾ അത് LNG പോലെ ലിക്വിഡ് ആവും, LBG ആവും, ലിക്വിഫൈഡ് ബയോഗ്യാസ്. പിന്നെ അതിനെ ആ തണുപ്പിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പല ലെയറുള്ള വളരെ വിലയേറിയ ഹെവി ഡ്യൂട്ടി ഫ്ലാസ്ക് ടൈപ്പ് സിലിണ്ടറുകൾ വേണം. അത് ഒട്ടുമേ പ്രായോഗികമല്ല. അല്ലെങ്കിൽ അതിനെ CNG വാഹനങ്ങളിൽ ഉപയോഗിക്കും പോലെ അന്തരീക്ഷത്തിന്റെ 200 ഇരട്ടി പ്രഷറിൽ കംപ്രസ് ചെയ്ത് വളരെയേറെ കട്ടിയും ഭാരവുമുള്ള സിലിണ്ടറുകളിൽ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഫാക്ടറികളിൽ നിന്ന് വീടുകളിൽ എത്തിക്കാൻ പറ്റൂ. ഏതാണ്ട് LPG സിലിണ്ടറിന്റെ 8 ഇരട്ടി വരെ ഭാരം ആ സിലിണ്ടറിനുണ്ടാവും, ഒരേ ഭാരമുള്ള ഗ്യാസ് ഉൾക്കൊള്ളാൻ. ഇത്രയും വലിയ ഭാരമുള്ള സിലിണ്ടറുകൾ ദിവസവും ലക്ഷക്കണക്കിന് വീടുകളിൽ ട്രക്കുകളിൽ എത്തിക്കുക എന്നത് പ്രായോഗികമായിട്ട് അസാധ്യമാണ്. പക്ഷെ വലിയ സിറ്റികളിൽ CNGയിലെ നാച്ചുറൽ ഗ്യാസിനെ കുറഞ്ഞ പ്രഷറിൽ പൈപ്പിലൂടെ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന പേരിൽ വീടുകളിൽ നേരിട്ട് എത്തിക്കുന്നുണ്ട്. അത്തരത്തിലെത്തിക്കാം ബയോഗ്യാസും. പക്ഷെ സിറ്റികളിൽ മാത്രമേ കഴിയൂ. വേണമെങ്കിൽ അവിടെ നിലവിലെ CNGക്ക് പകരമാക്കാം. പക്ഷേ ബയോഗ്യാസ് പ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ബയോളജിക്കലി ആയതുകൊണ്ട് തന്നെ സ്ലോയിലേ നടക്കൂ. അതിനാൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. പക്ഷേ പശു ഉള്ള വീടുകളിലും ഫാമുകളിലും ഒക്കെ ബയോഗ്യാസ് ഏറ്റവും പ്രായോഗികമാണ്. അവിടെ ഇതിനെ നേരിട്ട് അടുക്കളയിലെ സ്റ്റൗവിലേക്ക് എത്തിക്കുക എന്നതിനാൽ PNG പോലെ പ്രവർത്തിക്കും. പക്ഷെ അതിലെ ദുർഗന്ധം ഉണ്ടാക്കുകയും മെറ്റലിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഹൈഡ്രജൻ സൾഫൈഡിനെയും 40% വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും ഫിൽട്ടർ ചെയ്യാനുള്ള ചെറിയ പോർട്ടബിൾ പ്ലാന്റുകൾ കൂടി വന്നാൽ അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും.
എന്നാൽ DME പൂർണ്ണമായും ശുദ്ധമാണ്. എല്ലാ രീതിയിലും LPGക്ക് തുല്യമാണ്. LPG പോലെ വെറും 5 ബാർ പ്രഷറിൽ ദ്രാവകമായി മാറും. നിലവിലെ ഭാരം കുറഞ്ഞ LPG സിലിണ്ടറുകളിലൂടെ തന്നെ നാട് മുഴുവൻ ഇത് എളുപ്പത്തിൽ വിതരണം ചെയ്യാം. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങളിൽ നിന്നും കൽക്കരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പൂർണ്ണമായും സുരക്ഷിതമായ ഒരു ഭാവി ഇന്ധനമാണ് DME. ഊർജ്ജ മേഖലയിലെ ഒരു വലിയ മാറ്റത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.